രാവിലെ തോറും ദൈവത്തിന്റെ ദയ പുതുതായിരിക്കുന്നു. പല രാത്രികളിലും നമ്മൾ നിരാശയോടെ നമ്മുടെ ജീവിതത്തിൽ വന്ന പല പ്രശ്നങ്ങളുടെ നടുവിൽ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ കരച്ചിലോടെ സങ്കടങ്ങളോടെ കണ്ണുനീർ കൊണ്ട് നമ്മുടെ തലയണയെല്ലാം നനച്ച രാത്രികൾ എത്രയോ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ നേരിടുമ്പോൾ എല്ലാം തീർന്നുടഞ്ഞു എന്ന് കരുതി നാളെക്കുറിച്ചുള്ള വ്യാകുലതയോടെ പല ഇരുളടഞ്ഞ രാത്രികളും നാം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അതാണ് സങ്കീർത്തനങ്ങൾ 30:5 എഴുതിയിരിക്കുന്നത്. അതിപ്രകാരമാണ്: അവന്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അതെ, സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ ആനന്ദഘോഷവും കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. കഴിഞ്ഞ രാത്രിയിൽ താങ്കൾ നിരാശയോടെ കണ്ണുനീരോടെ വേദനയോടെ ഒരു രാത്രി കഴിച്ചുകൂട്ടിയെങ്കിൽ, നന്നായി ഉറങ്ങാൻ കഴിയാതെ വ്യാകുലപ്പെട്ടെങ്കിൽ, ഇതാ ഈ പ്രഭാതം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് പുതുതായി കരുതി വച്ചിരിക്കുന്നു. വിശ്വസിക്കുക. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസം ദൈവം തന്റെ ആനന്ദഘോഷം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പ്രഭാതത്തിൽ കിളികൾ വളരെയധികം ശബ്ദകോലാഹലങ്ങളോടെ അത് അതിന്റെ ജീവിതചര്യ ആരംഭിക്കുകയാണ്. കർത്താവിൽ വിശ്വസിക്കുക, ധൈര്യപ്പെടുക, സ്തോത്രങ്ങളോടെ സ്തുതിയോടെ ആരാധനയോടെ ജീവിതം ആരംഭിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അവിടുത്തെ ഉഷസ്, അവിടുത്തെ പ്രഭാതത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ ഉദിച്ച് ഇറങ്ങുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.